ഗൈസ്, അപ്പോൾ ഞങ്ങൾ വീണ്ടും ഒരു അടിപൊളി ചലഞ്ചായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ തിരക്കിയ വ്യക്തി എത്തിയിട്ടുണ്ട് കുറേ നാളുകൾക്ക് ശേഷം. നീ പറഞ്ഞേട്ടോ, ഇതിൽ രണ്ട് വാക്ക് പറയാം. നിങ്ങൾ ഒരുപാട് നാളെ കണ്ട് ഓളമില്ല താളമില്ലെന്നൊക്കെ പറയുന്നു. ഞാൻ കുറച്ച് അഗ്രികൾച്ചർ വർക്കൊക്കെ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം കർഷക കുറച്ച് കളവല്ല കുറച്ച് പരിപാടിയൊക്കെ ആയിട്ട് പോയേക്കുമായിരുന്നു. ഇപ്പോൾ ഞാൻ അടുത്ത സമയം വരും, ഞാൻ തിരിച്ചു വരും വരും ഇനി ഞാൻ വരും. അതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ കുറച്ച് കൃഷി സംബന്ധമായിട്ട് കുറച്ച് നമുക്ക് കുറച്ച് കൃഷിയൊക്കെ അപ്പോൾ നെല്ല് കൃഷിയുണ്ട് നമുക്ക്. അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടിയൊക്കെ ആയിട്ട് അവിടെ നിൽക്കുമായിരുന്നു. ഇന്നെന്തായാലും ഇദ്ദേഹം ഉണ്ടാകും മത്സരത്തിൽ കേട്ടോ, ഉറപ്പായിട്ടും ഉണ്ടാകും. നെല്ലിന്റെ പുത്രൻ, മണ്ണിന്റെ, അതെ മണ്ണിന്റെ മകൻ. ഗൈസ്, അപ്പം നമ്മുടെ ആദർശം ശൈലാജൊക്കെ കുറച്ച് ദിവസത്തിനുള്ളിൽ വരും കേട്ടോ. അവരെ ഞങ്ങൾ കുറച്ച് തിരക്കാനുണ്ട്, പുറത്തു വെച്ച് എടുക്കാത്തത് കാരണം മഴ, വൈകുന്നേരങ്ങളിൽ മഴയാണ്. ഞങ്ങൾ കുറച്ച് തിരക്ക്, ഫ്രീ ആകുമ്പോൾ ലേറ്റ് ആകും, അപ്പോഴത്തേക്ക് മഴ പെയ്യും. അതുകൊണ്ടാണ് പുറത്തെടുക്കാത്തത്. വരും ദിവസങ്ങളിൽ അവരെല്ലാം വന്നിട്ട് നമുക്ക് സെറ്റായിട്ട് ഫുള്ള് പുറത്തായിരിക്കും. ഓക്കെയാണ്. അതുപോലെ ഇടയ്ക്ക് നമുക്ക് ഈ ചൂടത്തും എടുക്കാൻ പറ്റത്തില്ല. നമ്മളൊരു ഷൂട്ട് ചെയ്ത് വന്ന ശേഷം എനിക്കറിയാം അവിടെ ആരുടെ പിള്ളേർ സെറ്റ് ആരാറിയത് നമുക്കറിയില്ല. സിഗരറ്റ് വലിച്ചിട്ട് അവന്മാർ തീപ്പെട്ടി അവിടെ ഉടനെ വന്ന് നിങ്ങൾ ചലഞ്ച് ചെയ്തിട്ട് അവിടെ കിട്ടെന്ന് പറഞ്ഞു. റിസ്ക് പോലെ മനസ്സിലായത് വലിയ സ്ഥലമാണ്. പിന്നെ വേറെ കാര്യത്തിൽ നമ്മളെ കഴിഞ്ഞ തവണ ഞങ്ങളൊരു വീഡിയോ ഇട്ടപ്പോൾ ഞങ്ങൾ മൂന്നാറിലായിരുന്നു. അന്നേരം മൂന്നാറിലായപ്പോൾ ഒരാൾ മെസ്സേജ് അയച്ചു, ഇതുപോലെ ബിനീഷിനെ ഞാൻ തോപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് പരിചയമുള്ള ആളല്ലേ അല്ലേ ജോൺസൺ ചേട്ടൻ. ഞങ്ങൾ അപ്പോൾ തന്നെ പുള്ളിക്ക് മെസ്സേജ് അപ്പോൾ തന്നെ റിപ്ലൈ കൊടുത്തു, ഞങ്ങൾ കട്ടപ്പന വഴി വരാം, താങ്കളെ കണ്ട് നമുക്ക് ചലഞ്ച് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞ. പക്ഷേ പുള്ളി തിരക്കാണ്. പുള്ളിക്ക് ചലഞ്ച് ചെയ്യാൻ അന്നേരം സമയം കട്ടപ്പന വന്നോളാൻ പറഞ്ഞ്, പക്ഷേ പുള്ളിക്ക് സമയമില്ല. നമ്മൾ റെഡിയാണ്. കമൻറ്റ് മാത്രം വേണ്ട, നമുക്ക് നേരിട്ട് മുട്ടാം. നമുക്ക് കമൻറ്റിലെ കൈഡി വേണ്ട, നേരിട്ട് മുട്ടിയുള്ള കൈഡി നേടാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിളിക്കുക, ഞങ്ങൾ വിളിക്കുക. പിന്നെ വാട്സപ്പ് മെസ്സേജുകളൊക്കെ അയക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ അയക്കുക. കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്, ഒരു അടിപൊളി നാടൻ ഞങ്ങൾക്ക് കുറേ തെറികൾ, പുതിയ തെറികളൊക്കെ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക്. ഒരുപാട് തെറികൾ മെസ്സേജ് അല്ല മാറി വെച്ചാടാ, അയച്ചത് മാറിപ്പോയി. അതുകൊണ്ട് മെസ്സേജ് അയക്കുമ്പോൾ നമ്പർ കറക്റ്റാണോ നോക്കുക. പിന്നെ വേറെ കാര്യം പറഞ്ഞാൽ അമ്മയ്ക്ക് മോൻ അയച്ച മെസ്സേജാണത്. നല്ല മോനാണ് കേട്ടോ, വളരെ കേൾക്കണം. ആ മോൻ പറയുന്നത്, അമ്മയെ പറയുന്ന തെറി കഞ്ചാവാണെന്നൊക്കെ പറയുന്നത്. അമ്മേനെ പറയുന്നത് കഞ്ചാവാന്ന് പറയുന്നുണ്ട്. നല്ല അടിപൊളി 30 വയസ്സുള്ള മോനല്ലേ? 30 വയസ്സുള്ള മോനാണ്. നല്ല മോനാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചലഞ്ച് വെച്ചാൽ മസാല ദോശയും ബർഗറും. കോമ്പിനേഷൻ രണ്ടും ഇളക്കി കഴിയല്ലേ. അലുവയും മത്തിക്കറിയും പോലെ ആയിപ്പോയി. മസാല ദോശയും ബർഗറും നോൺ വെജും നോൺ വെജും ആണ്. അപ്പോൾ ഇത് രണ്ട് ടീമായിട്ടാണ് വരുന്നത്. ടീം എ എന്ന് പറയുന്നത് ഇവരാണ്. മണ്ണ് ആരൊക്കെ അറിയോ? നന്ദുവളിയനും കേടിയാ, സൂര്യൻ കേടിയല്ല. ടീം മണ്ണ്, ടീം ചരൽ. വാശിയേറിയ മത്സരമായിരിക്കും. മസാല ദോശ കഴിക്കുന്നത് നിതിനും നന്ദുവും കൂടാണ്. അതാണ് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ്. ബർഗർ കഴിക്കുന്നത് കേടിയും ബിനീഷ് ഭായും തന്നെയാണ്. പക്ഷേ നന്ദു ആദ്യം കഴിച്ച് കയറി കഴിഞ്ഞാൽ കേടി സേഫാണ്. സേഫ് എന്ന് പറഞ്ഞാൽ പക്കാ സേഫാണ്. വരാൻ വേണ്ടി വന്നവരാണോ ഞങ്ങള്? ഞാൻ ബ്ലോക്ക് അതിന് അങ്ങനെ ഒരു ടോക്ക്. അല്ല, ഞങ്ങളുടെ ടീം കഴിക്കണ്ടേ, ഞങ്ങളുടെ ടീം ജയിക്കണ്ടേ? അങ്ങനെ ടോക്ക്. ഇയാളാ വർഗർ അലിഗേറ്റർ വാ വിളിക്കുന്ന പോലെ അലിഗേറ്റർ വായുമായിട്ട് വരും. ഞാൻ തോറ്റു പോകും, എനിക്കറിയാം. തോക്കത്തില്ല. രണ്ട് വലിയ മസാല ദോശയാ. അത് കഴിച്ചിറങ്ങിയാലേ കയറാൻ പറ്റത്തുള്ളൂ. അപ്പം മനസ്സിലായാലോ? കേടിയും നന്ദും ടീമേ, ബിനീഷ് ബ്രോയും നിതിനും ടീമേ, ഞാനും സുബിനും ബാക്കി വരുന്ന കഴിക്കാതിരിക്കുന്ന ടീം. രണ്ട് വലിയ ബർഗർ കേട്ടോ, കിങ് സൈസ് ആണ്, എമ്മണ്ടം ബർഗറാണ്. സെറ്റ് ആക്കാൻ നമുക്ക് എന്തായാലും കാണിക്കാം. പോയേക്കാം. അപ്പൊ നമ്മുടെ മത്സരം തുടങ്ങാൻ വേണ്ടി പോവാണ്. നമ്മുടെ വേണ്ടേ ഇവിടെ സെറ്റ് ആയിട്ട് രണ്ട് മസാല ദോശ കേട്ടോ. കാരണം ഒരു വട ഇവിടെ ഉണ്ട്, സാമ്പാർ, ചമ്മന്തി, മസാല ദോശ, എല്ലാ ഐറ്റവും ഉണ്ട്. അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞവർക്ക് ബർഗർ കഴിക്കുകയാണ്. ബർഗർ ആണ് രണ്ടെണ്ണം. ഇത് വലുതാണ്, ഇത് ഡബിൾ പാറ്റിയാണ്, സിംഗിളുമാണ്. വലുതാണ്. നമുക്ക് കഴിച്ചിട്ട് പാടാണ്. കേടി ഓക്കെ അല്ലേ? തീർത്തിട്ട് വേണം രണ്ടെണ്ണം തീർക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? റെഡി അല്ലേ എല്ലാവരും? റെഡി? 1 2 3 ഗോ.
വാരി അലക്കുന്ന അലക്കുണ്ടോ? നന്ദുവളിയൻ മുന്നേറുന്നു. നന്ദുവളിയൻ ഒരു മസാല ദോശ സിമ്പിൾ ആയിട്ട് എടുത്തിരിക്കുകയാണ്. ഇവിടെ തൊട്ട് പിറകെ ബിനീഷ് ബ്രോ സഹായിക്കുന്നു. പതുക്കെയായാലും കുഴപ്പമില്ല. ആ 2 ബർഗർ ഞാൻ എടുത്തോളും. കമോൺ. എനിക്ക് തോന്നുന്നു ഇവിടെ ആണെങ്കിൽ 3 പേരുടെ ടീമില് ഇവിടെ 2 പേര്. ഇവിടെ മോൺസ്റ്റർ ആണ് ഒരാൾ ഒറ്റയ്ക്ക് നിൽക്കുന്നു, സൗണ്ട് ഉണ്ടാക്കുന്നില്ല. അതാണ് സ്ട്രാറ്റജി. ഇവിടെ നിതിൻ അളിയന്റെ പ്ലേറ്റിൽ മസാല ഒരുപാടുണ്ട്, ദോശയുണ്ട്, കറിയുണ്ട്, വടയുണ്ട്. ഒരെണ്ണം തീർക്കാൻ പോകുന്നു നമ്മുടെ നന്ദുവളി. നന്ദുവളിയൻ മണ്ണിന്റെ മക്കൾ ഇതാ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് മത്സരം. അതല്ല ഒന്നുമില്ല ഞങ്ങളുടെ സ്ട്രാറ്റജി. എനിക്കൊന്ന് ബിനീഷാണ് തോക്കുന്നു. നിരളിയൻ പുറയിലാണ്, വളരെ പുറയിലാണ്. ബിനീഷാണെങ്കിൽ നമുക്ക് തോപ്പിക്കണം. പറ്റും. ബർഗറിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നന്ദു, നീ കിഴക്കേ കോട്ടയുടെ വഴി നീ നോക്ക്, പടിഞ്ഞാറേ ഭാഗം ഞാൻ നോക്കിക്കോളാം. ബിനീഷ് കണ്ണുകൾ നിന്റെ പ്ലേറ്റിലോട്ട് മാത്രമാണ്. ഇതാ അടുത്തടുത്തിരിക്കുകയാണ് നന്ദുവളിയൻ. കിഴക്കേ പുഞ്ച നീ നോക്ക്, വടക്കേ പുഞ്ച ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദുവളിയൻ ഇതാ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അടുത്തടുത്തിരിച്ചിട്ടും ഒന്നിൽ തന്നെ നിൽക്കുകയാണ്. പക്ഷേ ബർഗറിൽ കേടി വേർക്കും. അതും കൂട്ടി അടിക്കും ഞാൻ, ഉപ്പ് കുറവുണ്ടെങ്കിൽ. ബിനീഷ് ബ്രോയുടെ കണ്ണുകൾ നന്ദുവിന്റെ ഇലയിലോട്ടാണ്. കളിച്ച് എന്തേലും പറയണ, അവരെന്തേലും പറയട്ടെ. പുള്ളി വിഷമിച്ച് കണ്ടിരിക്കുമെന്ന് തോന്നുന്നു. എന്റെ അലിഗേറ്റർ ഞങ്ങളും ജയിച്ചോട്ടെ. കൈ വിറച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നു. അവസാന പിടിയിലേക്ക് പോകുന്നു നിതിൻ അളിയൻ. ഒരു എണ്ണം കംപ്ലീറ്റ് ആകാൻ പോവുകയാണ്. കുറച്ചെടുത്തിട്ടുണ്ട്, പക്ഷെ മസാല കുറവാ തോന്നില്ലേ? 8 നില പൊട്ടിക്കണം. ഇവിടെ എടുത്തു കൊടുക്കുന്നു. ഓ കൊള്ളാം. നന്ദുവളിയൻ തീർക്കാറായി. വട മാത്രം. ഇവിടെ വടയുണ്ട്, ഒരെണ്ണത്തിന്റെ മുക്കാൽ ഭാഗമുണ്ട്. അത് നിന്റെ ഇഷ്ടമാണ്. വെയിറ്റ് ചെയ്യണം. ഇല്ല, സംസാരം കൊണ്ട് വീഴ്ച. അതാണ് മത്സരം. മത്സരം ബർഗറിന്റെ രാജാവെന്ന് പറയുന്ന പോപ്സ് വടക്കേ മുക്കിടാണ്. ബർഗർ മാത്രം തീർത്താൽ മതി. കേടി കയറുന്നു. ഇവിടെ കേറിയിരിക്കുകയാണ്. ഇവിടെ നിതിന്റെ പുറകെയുണ്ട്, തൊട്ട് പുറകെയുണ്ട്. അതായത് കുറച്ചേ ഉള്ളൂ. കമോൺ കേടി. ബർഗറിന്റെ രാജാവെന്ന് പറയുന്ന പോപ്സ് വടക്കേ മുക്കിനെ തോപ്പിക്കാനായിട്ടില്ല. മാത്രം കഴിച്ചാൽ മതി, ഫ്രീ ആണ് മറ്റേത്. അതെ, കിട്ടും. കമോൺ. ഇവിടെ സമയമുണ്ട്. ബിനീഷ് ബ്രോ ഇറങ്ങിയിട്ടില്ല. കഴിഞ്ഞാൽ നീ പാടുപെടും. അതെ, ദോശ മാത്രമേ ഉള്ളൂ. വട വരെ തിന്നിരിക്കുകയാണ് നിതിൻ. വട വരെ തീർന്നു. ഇത് നിർത്താൻ കഴിഞ്ഞു. വെള്ളം ഇവിടെ ഉണ്ട് വെള്ളം. ബിനീഷ് ബ്രോ വേർക്കും. ലാസ്റ്റ് പിടിയാണ്. അടുത്ത വിളിയെടുക്കാൻ പോവാണ്. ഇവിടെ 2 ബർഗറും 1 ബർഗറും തമ്മിൽ മത്സരമാണ് ഇന്ന് വരുന്നത്. ഇത് മാത്രം മതി. ബിനീഷ് ബ്രോ 2-1. അതായത് ഒരെണ്ണേ ഉള്ളു ഇവിടെ. ഇവിടെ 2 എണ്ണം ഉണ്ട്. പക്ഷെ ബിനീഷ് ബ്രോ എടുത്തിരിക്കുന്ന വലുതാണ്. ഇങ്ങോട്ടോ എടി ഒറ്റപ്പിടി ബർഗറിന്റെ രാജാവെന്ന് പറയുന്ന പോപ്സ് വടക്കേ മുക്ക്. ബിനീഷ് ബ്രോ വലുതാണ് എടുത്തിരിക്കുന്നത്. നീ എടുത്ത സാധനം എടുത്തിരിക്കുന്നത് നീ കഴിച്ച് ചെറുതാട്ടോ. ബിനീഷ് ബ്രോ വലുതാണ് കഴിക്കുന്നത്, ചെറുതല്ല. ഒപ്പത്തിനൊപ്പമാണ് മത്സരം. ഒപ്പത്തിനൊപ്പമാണ് മത്സരം. കിട്ടും. വെള്ളം കുടിക്കണം. വെള്ളം ഇച്ചിരി കുടിച്ചു. ചെറുതാണ്.
ചെറുതാണ് വിനീഷ് ബ്രോ എടുത്തിരിക്കുക. ചെറുതാണ്. കേടി കമോൺ. കേടി നിന്നിരിക്കുക ചക്കരിക്കാണ്. കേടി ചക്കരിക്കാണ്. സോഫ്റ്റ് ആണോ പതുക്കെ കഴിച്ചാല്. മണ്ണിന്റെ മകൻ എന്നറിയപ്പെടുന്ന കേടി തിരികെ വരൂ. 2 മണ്ണേ ഉള്ളൂ. പൊണ്ണിന്റെ മക കഴിയണോ കഷ്ടപ്പെട്ട് ഞാൻ മസാല കഷ്ടപ്പെട്ട് മസാല ഉണ്ടാക്കി കഴിച്ചിട്ട് രണ്ടെണ്ണം ഒരെണ്ണം വലുതല്ലേ ഭയങ്കര പടം. ഒരെണ്ണം വലുത് കഴിച്ചിട്ട് ചിലപ്പോൾ ചെറുത് എടുക്കാൻ പറ്റില്ല. വലിയ പേടിപ്പിക്കാൻ പറ്റില്ല. അത് മതി. ഞങ്ങളെ പേടിച്ചില്ല. വളരെ മനസ്സമാനായിട്ടായിരുന്നു. ഞാൻ ഈ മത്സരത്തിന് ഒന്ന് പരിപാടിക്കില്ല. നിങ്ങളെ 3 ആക്കണേ. ഞാൻ അത് പറയാൻ തുടങ്ങുമായിരുന്നു. 3 പേര് അല്ല ഒരു പേർക്കാണ് ജയിച്ചല്ലേ. എനിക്കെന്തെങ്കിലും സമ്മാനം തരണം. വർഷങ്ങളായിട്ട് ഒരു 1.5 വർഷം മുമ്പ് കണ്ട് ഏതോ ഒരു ചലഞ്ച് ജയിച്ചായിരുന്നു. അത് പിന്നെ ഫുള്ള് ഫ്ലോപ്പ് ആയിരുന്നു. ജയിച്ചോ? നിങ്ങളാ പറയണ്ടേ ജയിച്ചോ ഇല്ലയോ? ഞങ്ങൾ ഒരു വെപ്രാളവും ടെൻഷനും ഇല്ലായിരുന്നു. ഞാൻ 2 മിനിറ്റ് താമസിച്ചാലും ഞാൻ ഇവിടെ കയറിയിരുന്ന ആദ്യത്തെ ഇത് തീർത്തപ്പോഴേ എനിക്ക് ഫുള്ള് കണ്ണ് ഇവന്റെ പ്ലേറ്റോടെ ഇങ്ങനെ വളരെ പശ്ചാത്താപത്തിലുള്ളൂ. പക്ഷെ അല്ലല്ല അങ്ങനെയല്ല പുള്ളിയല്ല ഞാൻ പറഞ്ഞ തോക്കുന്നുള്ള പേടിയുണ്ടായിരുന്നു. പക്ഷെ കേടി ഓർമ്മ കഴിച്ചില്ലേ? കീടറം കഴിച്ചു കേട്ട പുള്ളി കയറിയത്. അപ്പൊ ഓൾറെഡി തോക്കുന്നുള്ള വായതുണ്ടല്ലോ. എന്താണ് പിന്നെ അറിയാലോ സ്ലോ ആവുന്നു. നല്ല സ്വാഭാവികം. ഇപ്പൊ പള്ളക്ക് വല്ലതായിരുന്നെങ്കിൽ ചരിത്തൂട്ടനായിരുന്നെങ്കിൽ ചിലപ്പോ ജയിച്ചാല്. ഗൈസ് അങ്ങനെ വാശിയേറിയ കിടിലൻ മത്സരത്തിൽ ടീം മണ്ണ് 8 നില പൊട്ടിയിരിക്കുകയാണ്. ടീം NB അനേകം മത്സരങ്ങൾ ജയിച്ച് പാരമ്പര്യമുള്ള ടീം NB. നമ്മൾ നേരത്തെ ജയിച്ചിട്ടുണ്ട്. ഐസ്ക്രീം ബിരിയാണി അങ്ങനെ പല മത്സരങ്ങൾ ഞങ്ങൾ ജയിച്ചിട്ടുണ്ട്. കൊറിയൻ വേഴ്സസ് ഇന്ത്യൻ ഞങ്ങൾ പല മത്സരങ്ങൾ ഞങ്ങൾ NB മെയിൻ ഞങ്ങൾ മണ്ണിന്റെ മക്കളാണ്. വിദേശ ഭക്ഷണങ്ങൾ കഴിച്ച് നമുക്ക് ശീലമില്ല. ഇതൊന്നും അല്ലല്ലോ തുടങ്ങി വളർന്ന ചുമലരി ചോറും കുറച്ച് ചാളക്കറിയും കപ്പയും കൂട്ടി പിടിക്കാൻ നിങ്ങൾ വരുന്നു. കഴിഞ്ഞ വർഷം ഞാൻ തോട്ടതാണ്. നിങ്ങൾ അതിനാരും വിളിച്ചത്? ഞാൻ നിരീനെ വിളിച്ചത്. വരുന്നോണ്ടാ നോക്കുന്നോ? പക്ഷെ ആദ്യം ഒരു ബർഗർ മുന്നിട്ട് നിന്ന പുള്ളിയാണ്. രണ്ടാമത്തെ ബർഗർ എടുത്തപ്പോഴാണ് പുള്ളി വന്നത്. എന്നിട്ടും തോറ്റുപോയി. അവസ്ഥ പക്ഷെ തിരിച്ചെടുത്തായിരുന്നു ബർഗർ. ഒരു പൂവുണ്ടല്ലോ ഇങ്ങനെ തുറന്നിരിക്കുന്ന പൂ, ഇങ്ങനെ എന്തൊരു ഇര വന്ന് ഇങ്ങനെ അടക്കത്തില്ലേ, അതുപോലെ ഇങ്ങനെ ഇരിക്കുക. എന്താണ് അതിന്റെ പൂവിന്റെ വരുന്നത്? കേടി. ബ്രോ തോറ്റ് കഴിഞ്ഞ് ഒത്തിരി ന്യായീകരണങ്ങൾ കാണാം എല്ലാവർക്കും പറയാൻ. ആണോ? ഞങ്ങള് മാന്യോട് ഒത്തിരി പുറകെ കിടന്നിട്ട് ഞങ്ങൾ ജയിച്ച്. മനസ്സിലായി? അതിനകത്ത് ഇപ്പം സമ്മതിക്കാനുണ്ട്. തോൽവി സമ്മതിക്കാൻ പഠിക്കുക. അത് എന്നാലേ അടുത്ത് ജയിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഈ കഴിപ്പങ്ങ് നിർത്താൻ എന്നാ ഇതൊക്കെ ഇട്ട് വിറപ്പിച്ചിട്ട് ഞാൻ ഭൂമി ഞാൻ ഫസ്റ്റ് ഹാഫ് സ്ലോ ആയിരുന്നു. സെക്കൻഡ് ഹാഫ് ആണ് ഞാൻ പിടിച്ചത്. സ്ട്രാറ്റജികൾ ഞങ്ങൾ കറക്റ്റായിട്ട് വർക്കായി. പേടിപ്പിക്കാൻ പറ്റി സന്തോഷിക്കട്ടെ. പുള്ളിയെ ഏതോ മത്സരം തോപ്പിച്ചിട്ടാണോ ഈ പുള്ളിയെ? അല്ലല്ല ഏതോ തോപ്പിച്ചുണ്ട് നിങ്ങളെ ഞാൻ. അല്ല ബർഗർ ആണോ അതോ ഷവർമയാണോ നടത്തി? ഞാൻ ഒറ്റയടിക്ക് തിന്ന് തീർത്ത്. ഓർമ്മയുണ്ടോ? അത് ഇദ്ദേഹം ഇല്ലായിരുന്നു. ഇയാളായിട്ടായിരുന്നു ഞാൻ. എന്റെ അനിയൻ പലതവണ. ഞാൻ നിങ്ങളുടെ ടീമല്ലല്ലോ. അവനല്ലേ? അവനോട് പറ. ഉണ്ടായിരുന്ന കള്ളത്തരം. ഞാനില്ല. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ വിജയിച്ച ടീം NBക്ക് അഭിനന്ദനങ്ങൾ. ഞങ്ങൾക്ക് മണ്ണ് തരൂ. നിങ്ങൾ മണ്ണിലോട്ട് തന്നെ പോവുക, മണ്ണിൽ വർക്ക് ചെയ്യുക. അപ്പോൾ തീർക്കാം. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതൊരു നല്ല വീഡിയോ ആയിട്ട്